ഇന്ന് നമുക്ക് ഭരതന്നൂർ ശിവക്ഷേത്രത്തെപ്പറ്റി അറിയാം. കുടുംബ ഐക്യം നിലനിൽക്കുന്നതിനായി ശിവപാർവതി പ്രീതി നാം നേടുക തന്നെ വേണം. അങ്ങനെ ഇരുവരുടെയും അനുഗ്രഹം നേടാനായി നാം തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട കേരളത്തിലെ ഒരു ക്ഷേത്രം തന്നെയാണ് ഭരതന്നൂർ ശിവക്ഷേത്രം. നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത്. വൈഷ്ണവ തേജസ്സാർന്ന ശ്രീരാമചന്ദ്രൻ രാമേശ്വരത്ത് ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചതുപോലെ ക്ഷാത്രവീര്യവും ബ്രഹ്മ തേജസ്സാർന്നവനും ചിരഞ്ജീവിയുമായ പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിലൊന്നാണ് ഭരതന്നൂർ ശിവക്ഷേത്രം. 2 തലമുറകൾക്ക് മുൻപ് ഇവിടുത്തെ ക്ഷേത്രവിഗ്രഹത്തെ ആന ചവിട്ടി ഉടച്ചുവെന്നും ശേഷമാണ് ഇന്ന് നാം ദർശനം നടത്തി സായുജ്യമടയുന്ന ശിവലിംഗ വിഗ്രഹപ്രതിഷ്ഠ നടന്നതെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ ശിവലിംഗ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത തന്നെ വിചിത്രമാണ്. അതായത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. 5 അടിയിലേറെ പൊക്കം ഇതിനുണ്ട്. ഒരേ ശ്രീകോവിലിൽ കിഴക്കും പടിഞ്ഞാറുമായി ജഗത്പിതാക്കളായ പാർവതി പരമേശ്വരന്മാർക്കൊപ്പം ഉപദേവന്മാരായ ശാസ്താവ്, ഗണപതി, നാഗര്, ബ്രഹ്മരക്ഷസ് എന്നിവർ ചേർന്ന് ഭക്തർക്ക് അനുഗ്രഹ ആശസ്സുകൾ നൽകുന്നു. 1000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഭരതന്നൂർ ശിവക്ഷേത്രം. ആർഷഭാരത സംസ്കാരം നിലനിന്നിരുന്നതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് ഭരതന്നൂർ. നാട്യശാസ്ത്രകർത്താവായ ഭരതമുനി വസിച്ചിരുന്നതുകൊണ്ടാണിവിടം ഭരതന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല, മഹാബലിയുമായി ബന്ധപ്പെടുത്തി മാവേലിക്കോണം എന്നും മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് രാമരശ്ശേരി എന്നും രഥചക്രം അല്ലെങ്കിൽ വണ്ടിച്ചക്രം കിടന്നിരുന്നത് താഴ്ന്ന പ്രദേശം ഇവിടെ ഉണ്ടായിരുന്നു. അതിനാൽ വണ്ടി കിടക്കും പൊയ്ക എന്നുമൊക്കെ ഭരതന്നൂരിലെ ചില പ്രദേശത്തെ അറിയപ്പെടുന്നത് കൊണ്ട് തികച്ചും ആർഷഭാരത സംസ്കാരം, ഋഷിമാരുടെ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹിമാലയത്തിൻ്റെ ഗരിമയും കൈലാസത്തിൻ്റെ നൈർമല്യവും ഗംഗയുടെ പവിത്രതയും ഒത്തുചേർന്ന ശിവഭഗവാനെ അനുസ്മരിക്കുവാൻ മാഘമാസത്തിലെ കൃഷ്ണ ചതുർത്ഥി ദിനമായ മഹാശിവരാത്രി നാളിൽ ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നുചേരുന്നു. ശൈവ വിശ്വാസപ്രകാരം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നിർവഹിക്കുന്ന പരമോന്നത ചൈതന്യമാണ് മഹാദേവൻ. മൃത്യുവിനെ ജയിക്കുന്ന മൃത്യുഞ്ജയനായും സർവ്വദുരിതങ്ങളും നീക്കുന്ന കരുണാമയനായും ശിവൻ ആരാധിക്കപ്പെടുന്നു. ശിവഭഗവാന്റെ നെറ്റിയിലെ 3-ാം കണ്ണ്, കഴുത്തിലെ സർപ്പം, ഗംഗ, ചന്ദ്രകല, ത്രിശൂലം, ഡമരു എന്നിവ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ പാർവതീദേവിയാകട്ടെ ശക്തി സ്വരൂപിണിയും പ്രപഞ്ചത്തിൻ്റെ അമ്മയും ആകുന്നു. ഭയത്തിൽ നിന്നും അകാല മരണത്തിൽ നിന്നും മുക്തി നൽകുന്ന ദേവനായി ശിവനെ വിശ്വസിക്കുന്നു. ത്രിമൂർത്തികളിൽ സംഹാരമാണ് ശിവൻ്റെ ധർമ്മം. ശിവൻ്റെ പാതിശരീരം ആദിപരാശക്തി എന്ന ഭഗവതിയുടേതായി കണക്കാക്കപ്പെടുന്നു. ത്രിലോകനാഥനായ പരമശിവൻ്റെയും ആദിപരാശക്തിയുടെയും അനുഗ്രഹം ഒരുമിച്ച് നേടാനായി ഭക്തർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഭരതന്നൂർ ക്ഷേത്രം. അപ്പോൾ പ്രിയ ഭക്തരെ, നിങ്ങൾക്ക് ഈ ചാനലിലെ അറിവുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ ക്ഷേത്രവിശേഷങ്ങളുമായി നാം അടുത്ത വീഡിയോയിൽ വന്നെത്തുന്നതാണ്. ആ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുവാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതോടൊപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.